ഷീറ്റ് വാങ്ങിക്കുമ്പോൾ കാണുന്ന ഒരു ടേം ആണ് ഡിഫേർഡ് ടാക്സ് അസറ്റ്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയെ സ്റ്റഡി ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ ഡിഫേർഡ് ടാക്സ് അസറ്റ്? അപ്പോൾ കമ്പനിയുടെ ടാക്സിന് ഒരു തരം അക്കൗണ്ടിങ് ആണ്. കമ്പനിയുടെ സാധാരണ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് വെച്ചൊരു അക്കൗണ്ടിങ് വേറെ ഉണ്ടാവും. അപ്പോൾ രണ്ടും തമ്മിലൊരു വേരിയേഷൻ വന്നാൽ അപ്പോൾ വേരിയേഷന് കൊടുക്കേണ്ട പൈസ, അതായത് ഇപ്പോൾ നമ്മൾ എല്ലാം കഴിച്ചിട്ടുള്ള പ്രോഫിറ്റ് ടാക്സിൽ ആക്ച്വലി കുറവാണ്, പക്ഷേ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മൾ കൂടുതലായിട്ടാണ് കണ്ടെത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടാക്സ് അടച്ചു പോകും. അപ്പോൾ പിന്നീട് നമുക്കത് തിരിച്ചു കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം അതിനൊരു അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെയാണ് ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഡിഫേർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീട്ടി വയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. DEFER, ഡിഫേർ. അപ്പോൾ ഇതിനെ അസറ്റായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കണക്കാക്കുന്നത്. ഇതാണ് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞ്